നമ്മൾ ഇന്ന് ഓരോ വെറൈറ്റി ഓർക്കിഡ്സിന്റെ പോട്ടിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതായത് എന്ത് പോട്ടിംഗ് മീഡിയം യൂസ് ചെയ്യണം, ഏത് സൈസിലുള്ള പോട്ട് എടുക്കണം, പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ പോട്ടിംഗ് മെത്തേഡ് നോക്കാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സീഡ്ലിങ്സ് പ്ലാന്റ്സും അതുപോലെ തന്നെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സും ഫ്ലവർ ഉള്ളതും ഫ്ലവർ ഇല്ലാത്തതും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സൈസിലുള്ള പ്ലാന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പോട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ സീഡ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ സീഡ്ലിങ്സിൻ്റെ താഴെ ചെറിയൊരു സീഡ്ലിംഗ് പോട്ട് ഉണ്ടാവും. ആ പോട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഇതിപ്പോൾ ഒരു 3.5 ഇഞ്ചസിൻ്റെ പോട്ടാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പോട്ട് മതി സീഡ്ലിങ്ങിന്. കാരണം ഈ ഒരു മെച്യൂർ പ്ലാന്റ് ഇരിക്കുന്നത് 3.5 ഇഞ്ചിൻ്റെ പോട്ടിലാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാന്റ് വളർന്ന് ഫ്ലവർ ചെയ്യാനായിട്ട് ഈ സൈസുള്ള പോട്ട് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് സീഡ്ലിംഗ് നടാനായിട്ട് 3.5 ഇഞ്ചിൻ്റെ ചെറിയ പോട്ട് എടുത്താൽ മതി. നമ്മളെപ്പോഴും ചെറിയ പ്ലാന്റ്സിന് ചെറിയ പോട്ട് തന്നെ എടുക്കുക. കാരണം എന്നാലാണ് അതിൻ്റെ റൂട്ട്സിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. നമ്മൾ ഒരുപാട് വലിയ പോട്ട് എടുത്ത് അതിൽ നിറച്ച് പോട്ടിംഗ് മീഡിയം കൊടുത്തു കഴിയുമ്പോൾ അത്രയും പോട്ടിംഗ് മീഡിയത്തിൽ നനവ് നിന്നിട്ട് നമ്മുടെ ചെറിയ പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസ് അനുസരിച്ച് വേണം പോട്ട് എടുക്കാൻ എന്ന് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റ്സിന് ഇതുപോലെയുള്ള ചെറിയ പോട്ട്സ് മതി. പോട്ടിംഗ് മീഡിയം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോക്കോ ചിപ്സ്, നമ്മുടെ ചകിരിയുടെ പീസസ്, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ചാർക്കോൾ, കരിയില്ലേ, കരിക്കട്ടയാണ്, മരക്കരി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഹാങ്ങിങ്ങിനുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടിടാം. ഇനി ഇതുപോലെയുള്ള മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ പോട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 6 ഇഞ്ചിൻ്റെ ഒക്കെ പോട്ടാണ്. അപ്പോൾ ഈ ഒരു സൈസുള്ള പോട്ടിലോട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്ലാന്റ്സിനെ റീപോർട്ട് ചെയ്യാം. ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കെയർ എങ്ങനെയാണെന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്താൽ മതി.